ഏതൊക്കെയോ വലിയ മീനിൻ്റെ മുട്ടയാണ് ഈ പൊരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. മീൻമുട്ട മാത്രമല്ല, ഇവിടെ സ്പെഷ്യൽസ് ആയിട്ട് ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഞാൻ പൊതുവേ ഊണിൻ്റെ വ്ളോഗ്സ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്, കാരണം മികച്ചതധികം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഹലോ ഗൈസ്, കാർത്തികാണ്. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഊണ് കിട്ടുന്ന കടകളിൽ ഒരെണ്ണമാണ്. ഇത്തിരി തിരക്ക് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മികച്ച ഊണ് കഴിക്കാം. അതാണ് ഈ കടയുടെ പ്രത്യേകത. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഊണ് ഓർഡർ ചെയ്യും, കൊഞ്ച് ഫ്രൈ ഓർഡർ ചെയ്യും, മീൻമുട്ട മസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഊണ് കഴിക്കാൻ ഈ ഐറ്റംസ് ഒന്നും വേണ്ട, ഈ പുളിശ്ശേരി തന്നെ ധാരാളമാണ്. പിന്നെ മനുഷ്യൻ്റെ കൊതിയുടെ പേരിൽ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ സ്പെഷ്യൽസ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഒരു നല്ല നാടൻ ഊണിന് നിങ്ങൾക്ക് തൃപ്തിയും സമാധാനവും തരാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഈ കടയുടെ മുതലാളിയിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് മറ്റൊരു കാരണമുണ്ട്. ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡാണ് ഈ കാണുന്ന ഏണിക്കര വഴിയില റോഡ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ എപ്പോഴും ഞാൻ കാണുന്ന കാഴ്ചയാണ് ഇങ്ങനൊരു പയ്യൻ ഇങ്ങനൊരു ബോർഡുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. യാത്രക്കിടയിൽ വഴിയരികിൽ ഈ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പ്രായം അപ്പന്മാരാണ് ഈ ജോലി ചെയ്ത് കണ്ടുവരുന്നത്. ഈ ജോലി മോശമെന്നല്ല ഞാൻ പറയണത്, കാണുമ്പോഴെന്തോ ഉള്ളിലൊരു വിഷമമാണ്. പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് ഓണറിനോടാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കച്ചവടം വരണമെന്നുണ്ടെങ്കിൽ ഈ പയ്യനെ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ജോലി എടുത്തിട്ട് പുറത്ത് ക്യാൻവാസ് ചെയ്യുന്ന മെഷീൻസ് വെച്ചാൽ നല്ല കാര്യമായിരിക്കും. ചിട്ടി റെസ്റ്റോറൻറ്റ് എന്ന് ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഏണിക്കര വഴയില റൂട്ടിലാണ് ശരിക്കും ലെഫ്റ്റ് സൈഡിൽ ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രിവിൻ ഫുഡി പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക.